മുടിയിലുണ്ടാവുന്ന നര മാറ്റാനും മുടി നല്ല കരുത്തോടുകൂടി വളരാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുടിക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കുത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ മുടങ്ങാതെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും മുടിയിലുണ്ടാവുന്ന നരയെ മാറ്റാനും എങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരു ഓയിലാണ് ഞാൻ പറയുന്നത്, അത് ഞാൻ പിന്നെ പറയാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാവുമ്പോൾ നമ്മുടെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടുകയുള്ളൂ. മുടി കൊഴിച്ചിലുണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ നമുക്ക് അല്ലെങ്കിൽ മുടിയിലുണ്ടാകുന്ന നര ഉണ്ടാകുന്നതിനുള്ള മെയിൻ കാരണം നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചിങ് മൂലമാണ് നമുക്ക് ആ ഒരു സംഭവം ഫസ്റ്റിൽ ഉണ്ടാവുന്നത്. അനാവശ്യ ടെൻഷൻ. ഈ ടെൻഷൻ നമ്മുടെ മുടി തന്നെ പൊഴിച്ചിൽ കൂട്ടാനും നമ്മുടെ മുടി നരയ്ക്കാനും വരെ ഇടയാവുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കുക. നമ്മൾ അമിതമായ ടെൻഷൻ വെക്കാതിരിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ആഹാര കാര്യത്തിലേക്ക് പോകാം. ആഹാരം നല്ല രീതിയിൽ കൃത്യനിഷ്ഠതയോടുകൂടി കഴിക്കാനായിട്ട് നോക്കുക. ചിലകൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, മത്സ്യം അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ, അതായത് കാൽസ്യം കൂടുതലായിട്ടുള്ള കടൽ മത്സ്യങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. പലയിടത്തും പല നാട്ടുകളിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പം വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ വെള്ളം തലയിൽ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാം. നമ്മൾ എപ്പോഴും തല നല്ല രീതിയിൽ കെയർ ചെയ്ത് പൊടിയൊന്നും കയറാതെ സൂക്ഷിക്കാൻ നോക്കുക. ഈ പൊടിയൊക്കെ ഇരുന്ന് നമ്മുടെ തലമുടിക്ക് കേടുണ്ടാവാനായിട്ട് വളരെ ചാൻസ് ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ഷാൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തൊപ്പി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ കെയർ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. കറിവേപ്പില നിങ്ങൾ ഡെയിലി കഴിക്കാനായിട്ട് നോക്കുക. കറിവേപ്പിലയിൽ വളരെയധികം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന നരയെ ഒരു പരിമിതി വരെ മാറ്റാനും മുടി നല്ല കരുത്തോടു കൂടി വളരാനും സാധിക്കുന്നതാണ്. ഒരു പിടി കറിവേപ്പിലയെങ്കിലും നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ കൊളസ്ട്രോൾ വരെ മാറ്റാനായിട്ടും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു ഓയിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇനി നമ്മുടെ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ചെമ്പരത്തി പൂവാണ് വേണ്ടത്. ചെമ്പരത്തി പൂവിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ലിറ്റർ എണ്ണയ്ക്കാണെങ്കിൽ 10 ചെമ്പരത്തിപ്പൂ നമുക്ക് വേണം. പിന്നെ അതിൽ കൂടാതെ തന്നെ നമുക്ക് ചെമ്പരത്തിയുടെ ഇലയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു 5 or 6 ഇലയും കൂടി എടുക്കുക. 10 പൂവാണ് നമുക്ക് വേണ്ടത്. ഇനി രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില ഒരു 2 പിടി കറിവേപ്പില, അതായത് നമ്മുടെ ഒരു കൈക്ക് പിടിക്കില്ലയോ, അത് 2 പിടി കറിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് മൈലാഞ്ചി വേണം. മൂന്നാമത്തെ കാര്യം മൈലാഞ്ചിയാണ്. മൈലാഞ്ചി നമ്മുടെ മുടിക്ക് നല്ല കളർ നൽകാനും കൂടാതെ മുടി കറുപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് മൈലാഞ്ചി വേണം. മൈലാഞ്ചി ഈ 2 പിടി തന്നെയാണ്. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യോന്തിയാണ്. കയ്യോന്തിയുടെ മഷി എന്ന് നിങ്ങൾ കയ്യോന്തി ചുമ്മാതെ വെറുതെ അരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ കണ്ടിട്ടില്ലേ, ബ്ലാക്ക് കളറാണ്. അത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 പിടിയാണ് വേണ്ടത്. അത് 4 കാര്യമായി. ഇനി 5ആമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ ജെല്ല് വളരെയധികം നല്ലതാണ്. കറ്റാർ വാഴയുടെ ജെല്ല് നിങ്ങൾക്ക് ഒരു 2 സ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത്. നാച്ചുറൽ അലോവേറ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റിലെ ആണെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതി. അതാണ് വേണ്ടത്. 2 പിടി കൂവളത്തിൻ്റെ ഇല ഞാനിവിടെ കാണിക്കാം. 2 പിടിയാണ് കൂവളത്തിൻ്റെ ഇലയും വേണ്ടത്. കൂവളത്തിൻ്റെ ഇല എന്ന് പറയുന്നത് നമുക്ക് മാലയൊക്കെ കെട്ടാൻ അമ്പലത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. കൂവളത്തിൻ്റെ ഇലയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ 7ആമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി നമുക്ക് വേണ്ടത് 7 എണ്ണമാണ് വേണ്ടത്. ചുമന്നുള്ളി മീഡിയം വലുപ്പത്തിലുള്ള ചുമന്നുള്ളി ആണെങ്കിലും 7 എണ്ണം, അല്ലാതെ സാധാ വലുപ്പത്തിലുള്ളതാണെങ്കിലും 7 എണ്ണം. ഇപ്പോൾ നിങ്ങൾ സവാള എടുക്കുകയാണെങ്കിൽ അതിന് പകരം ചുമന്നുള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാം. സവാളയുടെ അളവെന്ന് പറയുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി മതി. കാരണം ഇത്രയും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക. ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അതിനകത്താകുമ്പോൾ അത് കുറച്ച് നേരം കിടന്ന് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൂടി നമുക്ക് കിട്ടും. ഇരുമ്പിൻ്റെ കണ്ടൻറ്റും കൂടി നമ്മുടെ ആ ഒരു ഓയിലിനകത്തോട്ട് ചെല്ലും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 1 ലിറ്റർ എണ്ണയ്ക്കാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അരയാണെങ്കിൽ ഇതിൻ്റെ അളവ് അതിൽ കുറച്ചാൽ മാത്രം മതി.
ുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വെള്ളം ചേർക്കാനേ പാടില്ല. അല്ലാതെ അരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മാറിക്കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സംഭവം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ പാകമായി കഴിയും. ഒരു പ്രത്യേക മണമൊക്കെ വരും. അപ്പം നമ്മുടെ എണ്ണ അത് അരിച്ചു മാറ്റി നമുക്ക് നമ്മുടെ ഏതെങ്കിലും നല്ല ബോട്ടിലിനകത്ത് സൂക്ഷിക്കാം. ബോട്ടിൽ ഒരു കാരണവശാലും ജലാംശം പാടില്ല. ബോട്ടിൽ സൂക്ഷിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ പലരും വിചാരിക്കും ഞാനിത് എന്തുകൊണ്ട് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ചെയ്ത് കാണിക്കാത്തത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഈ കാര്യങ്ങളൊന്നും കിട്ടില്ല. പലയിടത്തും ശ്രമിച്ചു, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. കിട്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് കാണിച്ചു തന്നെ. ഞാൻ പല നാട്ടിൽ ചെന്നിട്ട് എനിക്കിത് പലപ്പോഴായിട്ട് വന്നൊരു കമൻറ്റാണ്, നരയെക്കുറിച്ച് മുടി വളരുന്നതിന് ഒരു ഓയിൽ പരിചയപ്പെടുത്താമെന്ന് വെച്ചുകൊണ്ട് ഞാൻ കുറേയധികം മാറ്റി വെക്കാനുള്ള മെയിൻ കാരണം ഇത് തന്നെ ആയിരുന്നു. കാരണം എനിക്ക് ഇത് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ഇതെൻ്റെ പാരമ്പര്യമായി എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നത്. എൻ്റെ ഉമ്മ ഒക്കെ ചെയ്ത് കണ്ടിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഓയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ കാര്യം എത്തിച്ചത് തന്നെ. പക്ഷെ ഞാൻ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഓയിൽ മേടിച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതെന്താണെന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ പ്രവാസികളായ പലർക്കും ഓയിലൊന്നും പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി മേടിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓൾഷൂട്ടിൻ്റെ ആയുർവേദിക്കാണ്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇത് 115 രൂപയാണ്. ഇത് ചെറിയ ML ആണ്. അതായത് ഇത് എത്ര ML-ൻ്റെ 190 ML-ൻ്റെ ആയതുകൊണ്ട് 115 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നിങ്ങൾക്ക് വേദിക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ആ ഒരു ഓയിലിൻ്റെ സെയിം സ്മെല്ല് തന്നെയാണ് ഈ ഒരു ഓയിലിനും എനിക്ക് കിട്ടുന്നത്. ട്രാക്കി നോക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് എന്തായാലും എൻ്റെ കമൻസിൽ പറയണം. കാരണം കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വിടുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനെ ഒന്ന് ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കൂടി ഈ അറിവുകൾ കേൾക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.